Hello everyone, welcome to Exam by Learning USS channel. Okay, നമുക്ക് ഇന്ന് USSനെ പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ബയോളജി പോർഷൻ എന്നുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ മിക്കവാറും ഷോർട്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ 1 minute 1 mark സീരീസ് അല്ലെ, അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഷോർട്ട് സീരീസിൽ അതിൽ ചെറിയ 1 minute കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോസ് നമ്മൾ വിടുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ എന്താണ് ഫൈറ്റ് ദ ഓഡ് വൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചോദ്യം പലപ്പോഴും നമുക്ക് USSന് വരാറുണ്ട്. എന്താ 4 ഡിസീസസ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ഓഡ് വണ്ണ് സെലക്ട് ചെയ്യുക. ട്യൂബർകുലോസിസ്, ആന്ത്രാക്സ്, നിപ്പ, ടൈഫോയിഡ്. നമുക്ക് ഈ ഡിസീസസ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 3 ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസാണ്, 1 അല്ലാത്തതാണ്. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ്. ട്യൂബർകുലോസിസ്, ആന്ത്രാക്സ്, ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്, നിപ്പ എന്ന് പറയുന്നത് വൈറൽ ഡിസീസാണ്. അപ്പോൾ അതായിരിക്കും ഓഡ് വൺ അല്ലേ. ഇങ്ങനെയുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ 1 minute 1 mark വേറൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ പലപ്പോഴും ട്യൂബർകുലോസിസ് ചില ആളുകൾക്ക് പരിചയം ഉണ്ടാവും, നിപ്പ പരിചയം ഉണ്ടാവും, ആന്ത്രാക്സും അല്ലെങ്കിൽ ടൈഫോയിഡൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള ബാക്ടീരിയൽ, വൈറൽ ആൻഡ് ഫംഗൽ ഡിസീസസ് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ടേബിൾ ഉണ്ടാക്കി ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പ്രോട്ടോസോയിൽ എന്നിങ്ങനെ 4 കോളം ഉണ്ടാക്കി അതിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഡിസീസസ് എങ്കിലും എഴുതുക. ഇതിൽ ഞാൻ നെയിം ഓഫ് ദ ബാക്ടീരിയ അടക്കം കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കണം നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു പേരുകളെങ്കിലും ബാക്ടീരിയൽ ഡിസീസസായി നിങ്ങൾ ഓർമ്മിക്കുക. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയൽ ഡിസീസ്? വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ടെറ്റനസ് അല്ലെ, നമ്മൾ TT എടുക്കുന്ന ടെറ്റനസ്. അതുപോലെ തന്നെ ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, ഡിഫ്തീരിയ, ന്യൂമോണിയ, ലെപ്രസി, സിഫിലിസ്. ഇതൊക്കെ എന്താണ്? ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഞാൻ അതിൻ്റെ നേരെ ഇപ്പുറത്ത് ആ ബാക്ടീരിയകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ട്രീഡിയം ടെറ്റനി, സാൽമണല്ല ടൈഫോയിഡ് ആണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് വളരെ ഫേമസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഡിഫ്തീരിയ ആണ് കൊറൈൻ ബാക്ടീരിയൻ ഡിഫ്തീരിയ. ഇങ്ങനെയുള്ള അതിൻ്റെ നെയിം ഓഫ് ദ ബാക്ടീരിയയും കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കണം നിർബന്ധമില്ല. പക്ഷേ ഈ ബാക്ടീരിയൽ ഡിസീസ് കണ്ടാൽ അത് മനസ്സിലാകുന്ന രൂപത്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ബാക്ടീരിയൽ ഡിസീസ്. അത് നിങ്ങളെല്ലാവരും കോളമാക്കി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്ന് പോസ് ചെയ്ത് ഈ പേരുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇനി അടുത്തത് വൈറൽ ഡിസീസസ് ആണ്. വളരെ കോമൺ ആയിട്ടുള്ള വൈറൽ ഡിസീസസ് കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. സ്മോൾ പോക്സ് ഒരു വൈറൽ ഡിസീസാണ്. കോമൺ കോൾഡ് അല്ലേ, നമ്മുടെ ജലദോഷം, മംസ്, ഹെർപ്പിസ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ COVID-19 മറക്കാൻ പറ്റൂല അല്ലേ. അതേപോലെ തന്നെ എയ്ഡ്സ്, പോളിയോ, ഇങ്ങനെയുള്ള ഒരുപാട് വൈറൽ ഡിസീസസ് ഉണ്ട്. അതിന് നേരെ ഇപ്പുറത്ത് ആ വൈറസിൻ്റെ ഫുൾ പേരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലേ. പോളിയോക്ക് പോളിയോ വൈറസ്, അതുപോലെ തന്നെ എയ്ഡ്സിന് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം വൈറൽ ഡിസീസസ് കോമൺ ആയിട്ടുള്ളത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വൈറൽ ഡിസീസ് ഇല്ല, ബാക്ടീരിയൽ ഡിസീസ് ഇല്ല എന്നല്ല കേട്ടോ. വളരെ കോമൺ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രോട്ടോസോയൽ ഡിസീസ് അല്ലേ. പ്രോട്ടോസോയൽ ഡിസീസ് ഏറ്റവും പ്രധാനമായിട്ടും മലേറിയ, നമുക്കറിയാം മലേറിയ ഒരു പ്രോട്ടോസോയൽ ഡിസീസാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, അതുപോലെ തന്നെ ലീഷ്മാനിയാസിസ്, അമീബിയാസിസ്, അമീബ കോസ് ചെയ്യുന്നത് അമീബിയാസിസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം സ്പീഷീസാണ് അല്ലേ. പ്ലാസ്മോഡിയം സ്പീഷീസാണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫംഗസ് അല്ലേ, ഫംഗൽ ഡിസീസ് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. നമ്മൾ പൊതുവെ പറയുന്ന കാൻഡിഡിയാസിസ്, റിംഗ്വേം ഇൻഫെക്ഷൻസ് അല്ലേ. റിംഗ്വേംസും കാൻഡിഡിയാസിസും ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹിസ്റ്റോപ്ലാസ്മോസിസ്, മ്യൂക്കോമൈക്കോസിസ്, അതുപോലെ തന്നെ ആസ്പെർജിലോസിസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പൊതുവിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ റിംഗ്വേംസ് എങ്കിലും ഓർമ്മ വരിക. അതുപോലെ തന്നെ അത്ലറ്റ്സ് ഫൂട്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കോളംസ് ഉണ്ടാക്കി ഓരോ ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഡിസീസസ് എഴുതേണ്ടത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോർട്സ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. വിച്ച് ഓഫ് ദീസ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഇതിലേതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗം ഏതാണ്? ഡയബറ്റിസ്, ക്യാൻസർ, അതുപോലെ തന്നെ ട്യൂബർകുലോസിസ്, ഹൈപ്പർ ടെൻഷൻ. ഇതിൽ ഏതാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു കാറ്റഗറൈസേഷൻ ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ഇതുപോലെയുള്ള കൂടുതൽ USSുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്താണ്. എല്ലാവരും ഇത് കാണുക. കൂടുതൽ USS ആസ്പിറൻസിന് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.